ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് എരിവും പുളിയും മധുരവും എല്ലാം ഉള്ള നല്ലൊരു കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു തൊടുകറി. അതിന് വേണ്ടിയിട്ട് ഒരു 15-16 ചെറിയുള്ളി നമുക്ക് വേണം. അതുപോലെ 5-6 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, 2 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ റൗണ്ടായിട്ട് നല്ല നേർത്തതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളിയും ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇഞ്ചി കുനുകുനെ അരിഞ്ഞെടുക്കാം. പച്ചമുളകും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ മുളക് കൊണ്ടാട്ടമാണ്. അത് പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇനി ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതില്ലെങ്കിൽ നിങ്ങളൊരു കുറച്ച് മാത്രം എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതുപോലെയുള്ള 2 കട്ട വെള്ളം നിങ്ങൾ ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാവുന്നതാണ്. അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞിട്ട് എടുക്കാം. പിന്നെ ഈ വലുപ്പത്തിലുള്ള, അതായത് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നല്ല കുനുകുനയായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടെല്ലാം എടുക്കാം. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ഞാൻ വളരെ നേർത്തതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി പാനിലേക്ക് 1/4 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി കുനുകുനെ അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കളർ ജസ്റ്റ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ലൈറ്റായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് കളറ് മാറി വരേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം വഴറ്റിയതിന് ശേഷം നല്ല രീതിയിൽ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഇത് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ പൊടികളെല്ലാം നമുക്ക് കരിഞ്ഞു പോകും. അങ്ങനെ ഇതെല്ലാം വഴറ്റി കൊടുത്തിട്ടുണ്ട്. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി പുളിവെള്ളമാണ്. 1/2 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്ത പുളിവെള്ളമാണ്. അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിച്ചു വെച്ച വെല്ലത്തിൻ്റെ കൂട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അതിനുശേഷം ഇതെല്ലാം ഫ്ലെയിം കൂട്ടിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ അതിൻ്റെ എല്ലാം പച്ചപ്പെല്ലാം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ആക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ വാങ്ങിയ കൊണ്ടാട്ടം 1 പാക്കറ്റ് ഉള്ളത് അത് മൊത്തം ഇട്ട് കൊടുക്കാം. അതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ തന്നെ ഇതായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ കൊണ്ടാട്ടം മുളകും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മൊത്തത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ മുളകും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക്
ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു വറ്റൽമുളകും 2 കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടെ നമുക്ക് ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.